വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചത്. നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടപ്പായില്ല എന്ന് പരിഹസിച്ച അരവിന്ദ് കെജ്രിവാൾ ബിജെപിയിലെ വിരമിക്കൽ പ്രായം വീണ്ടും ഉന്നയിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പാഴ്വാക്കാണെന്ന വിമർശനത്തോടെയാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യത്തുടനീളം 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം. ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കും. ചൈന കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കും. അഗ്നിവീർ പദ്ധതി റദ്ദാക്കും. കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ ഫോർമുല അനുസരിച്ച താങ്ങുവില ഏർപ്പെടുത്തും. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി നൽകും. 2 കോടി യുവാക്കൾക്ക് തൊഴിൽ. അഴിമതി തുടച്ചു നീക്കും. GST നിയമം പരിഷ്കരിക്കും എന്നിവയാണ് വാഗ്ദാനങ്ങൾ. सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे. उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए. पूरे देश में कोने कोने में हर गांव में हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा. शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे. वो उन्होंने नहीं कराए. ബിജെപിയിലെ വിരമിക്കൽ പ്രായം അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഉന്നയിച്ചു. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിൽ ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്ന് കേജ്രിവാൾ പറഞ്ഞു. जिस नियम में आडवाणी जी रिटायर हुए मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दें. लेकिन വരും ദിവസങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണം നടത്തും. 24 ഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. വൈകിട്ട് 8:15-നാണ് സംഭവം. ചുറ്റുമതിലിൽ തട്ടിപ്പൊട്ടിയതിനാൽ അപകടം ഒഴിവായി. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം അത് വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, അതിനിടയിൽ വീടിന് നേരെ ഒരു സ്ഫോടക വസ്തു എറിയുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? RMP നേതൃത്വം പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? രജിത്ത്, ഇന്ന് വൈകുന്നേരം 8:15 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. RMP നേതാവ് KS ഹരിഹരന്റെ തെഞ്ഞിപ്പലത്തുള്ള വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തു ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ളതാണ് ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ചുറ്റുമതിൽ തട്ടി പൊട്ടിയതിനാൽ അപകടം ഒഴിവായി എന്നും ഹരിഹരൻ പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിലവിൽ തെഞ്ഞിപ്പലം പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് KK രമയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. KK രമ പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ CPM ആണ് എന്നുള്ള ആരോപണമാണ് KK രമ ഉന്നയിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടാകുന്നത്. രഞ്ജിത്ത്. സമീർ, ബൈക്കിലെത്തിയ സംഘം എന്നാണ് RMP നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതെന്ന് തോന്നുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? അവരെന്തെങ്കിലും ഒരു നിഗമനത്തിലേക്കോ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിലേക്കോ കടക്കുന്നുണ്ടോ സമീർ? നിലവിൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തേഞ്ഞിപ്പലം സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. ഹരിഹരൻ പറയുന്നത് വൈകുന്നേരം മുതൽ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട പരിസരത്ത് ഇരുചക്ര വാഹനങ്ങളിൽ 2 പേർ തുടർച്ചയായുള്ള ഒരു സമീർ തുടരുക. ഇപ്പോൾ KK രമ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. KK രമ, ഇപ്പോൾ ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ബൈക്കിലെത്തിയ സംഘമാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭ്യമായിട്ടുണ്ടാകും. RMP നേതൃത്വം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ സംഭവത്തെ? അല്ല, ഇത് വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. ഇത് ഒരു വ്യക്തി നടത്തിയ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ പാർട്ടി എന്ന നിലയ്ക്കും അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണല്ലോ വീടിന് നേരെ ബോംബെറിയാൻ വേണ്ടിയിട്ടൊരു പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പി മോഹൻ പത്രസമ്മേളനം നടത്തി ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് സംശയിക്കുകയാണ്.
ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ളത് പോലും സംശയിക്കുകയാണ് ഈ സമയത്ത്. പിന്നെ ഏതായാലും വൈകുന്നേരം ഉച്ച മുതൽക്ക് തന്നെ ഈ ഒരു പ്രശ്നം, ഒരു കാറ് അജ്ഞാതരായ കുറെ ആളുകൾ അവിടെ റോന്ത് ചുറ്റുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പം തന്നെ മലപ്പുറം SP ഈ വിവരം അറിയിച്ചിരുന്നു. ആ കാറിന്റെ നമ്പർ ഉൾപ്പെടെ കൊടുത്ത് മലപ്പുറം SP ഈ വിവരം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വൈകുന്നേരം ഗേറ്റിന്റെ മുന്നിൽ വന്ന് തെറിവിളിക്കുന്ന സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ ഭീഷണിയായിട്ട് നേരത്തെ പോവുകയായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു തരത്തിലേക്ക് ഇത് നീങ്ങുകയാണ്. ഇത് ഇങ്ങനെ പോകുന്നത് വലിയ അപകടമാണ്. അങ്ങനെ CPM എന്നുള്ള വിമർശനം ഉന്നയിക്കുകയാണോ RMP? പിന്നെ അതിലൊരു സംശയമില്ല. വേറെ ആരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ P മോഹൻ പത്രസമ്മേളനം നടത്തി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിരിക്കുമല്ലോ. അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ലാതെ എന്തിനാണ് ഇപ്പൊ ഒരു ബോംബ് ഹരിഹരന്റെ വീടിന് എറിയേണ്ടത്? യാതൊരു ആവശ്യവുമില്ലല്ലോ. ഹരിഹരന്റെ ഭാഗത്തു നിന്നാണല്ലോ ഈ ഒരു തെറ്റായ പരാമർശം ഉണ്ടായതും ഇത്തരം അതിനുശേഷമുണ്ടായ വലിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഏറ്റവും മോശമായ രൂപത്തിൽ ഹരിഹരന്റെ ഭാര്യയെയും ഞങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുകയാണ്. അത് തള്ളിപ്പറയുകയും അതിനെ ഖേദം പ്രകടിപ്പിക്കുകയും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മളെല്ലാം അതിശക്തമായി അതിനെ വിമർശിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും അവിടെയും അത് അവസാനിക്കാതെ ഈ തരത്തിലേക്ക് പോകുന്നത് അത് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു കേവലമായിട്ട് ഇതിനെ കാണുന്നില്ല. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. KK രമ MLA പ്രതികരിക്കുകയായിരുന്നു. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. വൈകിട്ട് 8:15 ഈ സംഭവം ഉണ്ടാകുന്നത്. പിന്നിൽ CPIM എന്നുള്ള രാഷ്ട്രീയ വിമർശനം ഉയർത്തുകയാണ് RMP നേതൃത്വം. KK രമ അത് വ്യക്തമാക്കുകയായിരുന്നു. സമീർ ബിൻ കരീം ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുമായിരുന്നു. RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. DYFI DGPക്ക് പരാതി നൽകി. UDF വേദിയിലെ പ്രസംഗത്തെ ഒരാളുടെ മാത്രം പ്രതികരണമായി കാണാനാകില്ല എന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ പറഞ്ഞു. KS ഹരിഹരന്റെ അധിക്ഷേപ പരാമർശം RMPയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിച്ചു. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തി. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. CPIM വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് UDFും RMPയും വടകരയിൽ നടത്തിയ പൊതുപരിപാടിയിലാണ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷനും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയും പ്രത്യേകം പരാതി നൽകിയിട്ടുണ്ട്. പൊതുരംഗത്തുള്ള സ്ത്രീകളെയാകെ അവമതിപ്പോടെ കാണുന്ന ആൺകോയ്മ മുന്നണിയായി UDF അധപ്പതിച്ചുവെന്ന് മന്ത്രി R ബിന്ദു വിമർശിച്ചു. UDFിനെതിരെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും രംഗത്തെത്തി. KS ഹരിഹരന്റെ മാത്രം ഒരു ആത്മനിഷ്ഠമായ പ്രതികരണമായിട്ട് കരുതുന്നില്ല. ഇങ്ങനൊരു മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്? KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന UDF നേതാക്കൾ തള്ളി. പൊതുവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ MLA. അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നുണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. LDF ഉന്നയിച്ച വ്യാജ വീഡിയോ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിനിടെ UDFന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് വിവാദ പ്രസംഗം. 24 കോഴിക്കോട്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. നാളെ രാജിവെക്കുമെന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രഹസ്യമായി സൗഹൃദം പങ്കിടുന്നവരാണ് എന്നാരോപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജി പ്രഖ്യാപനം. വിവാഹ ചടങ്ങിൽ ബാലകൃഷ്ണൻ പെരിയ പങ്കെടുത്തു എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന്. അരുൺ, പെരിയ കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, പിന്നീട് ആ നടപടിയെ തള്ളിക്കൊണ്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ബാലകൃഷ്ണൻ പെരിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്താണ്? രാജ്യഭീഷണി മുഴക്കുന്ന പശ്ചാത്തലം എന്താണ്? അരുൺ പാറക്കൽ.
ശ്രീജിത്ത്, കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും ഭിന്നതയും രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. പെരിയ കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസിന്റെ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്തത് മുതലുണ്ടായ വിവാദമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. തുടർന്ന് പ്രമോദ് പെരിയക്കെതിരെ KPCC നേതൃത്വം നടപടിയെടുക്കുന്നു. എന്നാൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തുവെന്നും നടപടി ഏകപക്ഷീയമാണെന്നും ആരോപിച്ചുകൊണ്ട് പ്രമോദ് പെരിയ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും തമ്മിൽ രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിടുന്നവരാണ്. കോൺഗ്രസിനെ തകർത്ത CPM-ലേക്ക് പോയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉണ്ണിത്താൻ നിരവധി തവണ സന്ദർശനം നടത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബാലകൃഷ്ണൻ പെരിയയെ തോൽപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിന് കൂട്ടുനിന്നു. ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 1000 രൂപ പോലും ചെലവാക്കിയില്ലെന്നും രൂക്ഷമായ ഒരു വിമർശനം ബാലകൃഷ്ണൻ പെരിയ KPCC സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നൊരു ഫോട്ടോ മാത്രമാണ് ഫേസ്ബുക്കിലൂടെ ഇന്നത്തെ ഒരു രാത്രി പുറത്തുവിടുന്നത്. നാളെ 11 മണിക്ക് വിശദമായി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, മാധ്യമങ്ങളെ കാണും. എന്തായാലും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് ബാലകൃഷ്ണൻ പെരിയ വ്യക്തമാക്കിയിരിക്കുന്നു. കാസർഗോഡ് അരുൺ പാറക്കൽ, ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നടപടി അത് നേരത്തെ DCC നേതൃത്വം തള്ളിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴിങ്ങനെ ഈ രാജ്യഭീഷണി, ഒരു പാർട്ടിക്കകത്തെ ഒരു പൊട്ടിത്തെറി എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ അല്പം കൂടി വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ DCC നേതൃത്വം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങളോ മറ്റോ ഉണ്ടാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ രാജ്യഭീഷണിയൊക്കെ മുഴക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട സൂചനകളുണ്ടോ അരുൺ പാറക്കൽ? ശ്രീജിത്ത്, DCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക്, ഭിന്നതയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളത് അതിന് തടയിടാൻ DCC പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ പെരിയയുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യഭീഷണിയിൽ നിന്ന് പുറകോട്ട് പോകണം, രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള പ്രശ്നം അത് രമ്യമായി പരിഹരിക്കാൻ KPCC നേതൃത്വം തന്നെ അതിനു വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും DCC നേതൃത്വം ഈ രാജ്യഭീഷണിയിൽ നിന്ന് പുറകോട്ട് പോകാൻ ബാലകൃഷ്ണൻ പെരിയയോട് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിയിച്ചു. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അത് കരമന അഖിൽ വധത്തിൽ മുഖ്യപ്രതികൾ മുഴുവനും അറസ്റ്റിലായി എന്നുള്ളതാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സുമേഷാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായിട്ടുണ്ട്. ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും ഒടുവിലുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഷഫീദ്? റജിത്ത, തലസ്ഥാന പോലീസിനെ സംബന്ധിച്ച വളരെ നിർണായകമായ നീക്കമാണ് അവർ നടത്തിയിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പോലീസ് വീഴ്ച എന്ന ചെറിയ ആക്ഷേപം ഉയർന്നെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച ആശ്വാസകരമായ കാര്യമാണ്. അല്പസമയം മുൻപാണ് ഒളിവിലായിരുന്നു, അതായത് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത കരമനയിൽ പട്ടാപ്പകൽ നടറോഡിൽ അഖിൽ എന്നയാളെ കല്ല് വലിച്ചെറിഞ്ഞും അതേപോലെ തന്നെ കമ്പിവടി കൊണ്ടും മർദ്ദിച്ചും കൊലപ്പെടുത്തിയ 3 പേരിൽ ഒളിവിലായിരുന്ന പിടികിട്ടാനുള്ള സുമേഷിനെ കൂടി ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ്, കരമന പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗൂഢാലോചനയടക്കം പങ്കെടുത്ത നിരവധി ആളുകളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. സുമേഷിനെ കൂടാതെ ഇന്ന് ഉച്ചയോടുകൂടി വിനീത് രാജ് എന്ന കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടയാളെ തിരുവനന്തപുരം ചെങ്കൽച്ചൂളിൽ നിന്ന് പിടിച്ചിരുന്നു. മാത്രവുമല്ല, അഖിൽ എന്ന അപ്പു, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പുവിനെയും തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് വലയിലാക്കിയിരുന്നു. അങ്ങനെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ, കൂടാതെ കൊലയാളി സംഘത്തിന്റെ വാഹനത്തിന് ഡ്രൈവറായിരുന്ന അനീഷ്, അനന്തു കൊലപാതക കേസിലെ പ്രതിയും അഖിൽ കൊലക്കേസിലെ ഈ കൊലപാതക കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയുമായ ഹരിലാല്, കൂടാതെ പാപ്പരങ്കോട് ബാറിൽ വെച്ച് ഈ കൊലപാതകത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ വൈരാഗ്യത്തിലേക്ക് നയിച്ച ആ പാപ്പരങ്കോട് ബാറിലെ സംഘർഷ സംഭവത്തിൽ കൊല്ലപ്പെട്ട അഖിലുമായി കയർത്ത തർക്കം ആദ്യമുണ്ടായ കിരൺ കൃഷ്ണ, അയാളും പിടിയിലായിട്ടുണ്ട്. കൂടാതെ ഈ മുഖ്യപ്രതിയായിട്ടുള്ള അഖിലപ്പൂവിനെ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച കിരണിനെയും പോലീസ് പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ ഉൾപ്പെട്ട 3 പേരെയും ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചിലരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അവരിലേക്കടക്കം പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തിരിഞ്ഞിട്ടുമുണ്ട്. റീജിത്ത്.
ശരി, നാടിനെ നടുക്കി അതിക്രൂരം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന കരമന കൊലപാതകത്തിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും അറസ്റ്റിലായിരിക്കുകയാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ചിലർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും. ആലുവ SN പുരത്ത് മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ആക്രമണം. കലാകൗമുദി റിപ്പോർട്ടർ ജിഷയുടെ വീട് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് കറക്റ്റ് 3:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. 3:30-ക്ക് ഒരു 5-6 പേരുണ്ടായിരുന്നു. 2 ഓട്ടോറിക്ഷയിലാണ് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുന്നത്. 2 ഓട്ടോറിക്ഷയിലാണ് വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ വടിവാളുകളും ഉണ്ടായിരുന്നു, പിന്നെ കമ്പി ഉണ്ടായിരുന്നു, വാക്കത്തി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ വീട് ഇത്രയും തകർത്ത് ഇതുപോലെ ആക്കി കളഞ്ഞിരിക്കുന്നത്. പേരുകൾ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് അറിയാം. പേരുകൾ ജ്യോതിഷ്, രാഹുല് എന്നൊക്കെ പറയുന്ന ടീമുകളാണ് ഉള്ളതെന്നുള്ളത് അറിയാം. ഈ മുൻവൈരാഗ്യം ഞങ്ങളായിട്ട്, ഞാനും നമ്മുടെ കുടുംബത്തിലെ എന്റെ മക്കളായിട്ടും യാതൊരു വക വൈരാഗ്യവും നമ്മളായിട്ടില്ല. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനൊരു ആക്രമണത്തിന് കാരണം എന്താണ്? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 ഈ കലാകൗമുദി റിപ്പോർട്ടറായ ജിഷയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. വാഹനത്തിലെത്തിയ 5 പേരടങ്ങുന്ന സംഘമാണ് ഈ ആക്രമണം നടത്തിയത്. വീടിന്റെ ജനൽച്ചില്ലുകളും അതോടൊപ്പം തന്നെ മുറ്റത്ത് ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളും ഈ അക്രമി സംഘം തല്ലി തകർക്കുകയുണ്ടായി. ഈ ജിഷയുടെ ഒരു ബന്ധുവുമായിട്ടുണ്ടായിരുന്ന ചില വാക്ക് തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ചോദ്യം ചെയ്ത ജിഷയുടെ മക്കളുമായും ഈ അക്രമി സംഘം ചില വാക്ക് തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ജിഷയുടെ വീട് തല്ലി തകർക്കുന്നതിലേക്ക് എത്തിയത്. ഏതായാലും 5 പേരെ ആലുവ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. ഏതായാലും ഇവരുടെ വീട് തല്ലി തകർക്കുകയാണ് ഉണ്ടായത്. വൈകുന്നേരം ആദ്യം 3:30 ഈ സംഘം വീട് തല്ലി തകർത്തു. ഈ സമയത്ത് ജിഷയും കുടുംബവും വീട്ടിലില്ലായിരുന്നു. ഇതിന് പിന്നാലെ ഇവർ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു. വൈകുന്നേരം 6 മണിക്കും ഈ സംഘം ആളില്ലാത്ത സമയം നോക്കി വീണ്ടും വീട്ടിലെത്തി വീടിന്റെ ജലച്ചില്ലുകൾ തല്ലി തകർക്കുകയും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രജിത്ത്, എബിൻ, ഈ ആയുധങ്ങളൊക്കെ ആയാണ് ഇവർ വന്നതെന്ന് പറയുന്നു. പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത്? ഇപ്പോൾ 5 പേർ കസ്റ്റഡിയിലുണ്ട്. അവർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, ഇനിയും ആളുകൾ പിടിയിലാവാനുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? നിലവിൽ 5 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഇവർക്ക് ചില മുൻവൈരാഗ്യങ്ങൾ ജിഷയുടെ മക്കളുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇവർ ആയുധങ്ങളുമായി എത്തിയതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കമ്പിവടി ഉൾപ്പെടെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. 2 നിലയുള്ള വീടാണ്. ഇതിന്റെ എല്ലാം നിലയിലെയും ജനൽച്ചില്ലുകൾ തകർത്തിട്ടുണ്ട്. കല്ലേറുണ്ടായിട്ടുണ്ട് വീടിന് നേരെ. അതോടൊപ്പം തന്നെ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ അത് നശിപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ആക്രമണം ഉണ്ടായത്. ആയുധങ്ങളുമായാണ് ഇവർ എത്തിയതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ജിഷ ഈ സമയത്ത് വീട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പരിസരവാസികളാണ് ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയത്. ഓട്ടോയിലെത്തിയ സംഘം ഈ വീട് തല്ലി തകർത്തതിന് ശേഷം തിരികെ പോവുകയായിരുന്നു എന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലുവ SN പുരത്താണ് മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. കലാകൗമുദി റിപ്പോർട്ടർ ജിഷയുടെ വീട് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുകയായിരുന്നു. ഇപ്പോൾ 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. എബിൻ ജോസ് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിലും ആശുപത്രികളിലും ബോംബ് ഭീഷണി. ഇമെയിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലെ സ്കൂളുകളിലേക്ക് വ്യാപകമായി വ്യാജ ബോംബ് ഭീഷണി വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് ഇന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ സംഭവം പോലെ ഒരേ ഐഡിയിൽ നിന്ന് വന്ന ഭീഷണി സന്ദേശമാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ബൽറാം,
റജിത്ത, ഇന്ന് വൈകിട്ട് 3:15 ഡൽഹിയിലെ ബുറാഡി സർക്കാർ ആശുപത്രിക്ക് ഇത്തരത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം ആശുപത്രി MD-ക്ക് ലഭിക്കുന്നത്. തുടർന്ന് ഉടൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം തന്നെ സമാനമായി സഞ്ജയ് ഗാന്ധി ആശുപത്രിയിലേക്കും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം എത്തി. അത് പോലീസിനെ അറിയിച്ചു. രണ്ടിടങ്ങളിലും പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു. ഇപ്പോഴും ഏതാണ്ട് 3 മണിക്കൂറിലേറെയായി പരിശോധിച്ച ശേഷവും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കൂടാതെ 6:20 ഡൽഹി വിമാനത്താവളത്തിലും ഇത്തരത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന സന്ദേശം എത്തി. ഇതിനോടൊപ്പം തന്നെ ഏതാണ്ട് 10ഓളം ആശുപത്രികൾക്ക് സമാനമായ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. മണിക്കൂറുകളായി ഇവിടെ തിരച്ചിൽ തുടരുകയാണ്. കാരണം ആശുപത്രികളും വിമാനത്താവളവും ആയതുകൊണ്ട് തന്നെ ഏറെ പരിശോധിക്കേണ്ട പോലീസും ബോംബ് സ്ക്വാഡും ഒപ്പം തന്നെ ഫയർഫോഴ്സും അടക്കമുള്ള സംഘമാണ് പരിശോധനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഡൽഹി ഇത്തരത്തിൽ ബോംബ് സ്ഥാപിച്ചതായുള്ള ഭീഷണി സന്ദേശം എത്തുകയും പോലീസ് മണിക്കൂറുകളോളം പരിശോധിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്നൊരു വ്യാജ ഭീഷണിയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇത് സമൂഹത്തിൽ ഭീതി പടർത്താൻ ലക്ഷ്യം വെച്ചുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്നതാണ് പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റഷ്യൻ IP അഡ്രസ്സിൽ നിന്നുള്ള ഇമെയിലുകളായിരുന്നു നേരത്തെ സ്കൂളുകളിൽ ലഭിച്ചത്. നിലവിൽ ലഭിച്ച ആശുപത്രികൾക്കും വിമാനത്താവളത്തിനും ലഭിച്ച ഇമെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പരിശോധനകൾ ഇപ്പോഴും എല്ലായിടത്തും തുടരുന്നു. ഇതുവരെയും യാതൊരു സംശയാസ്പദമായ വസ്തുക്കളും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിലും ആശുപത്രികളിലുമാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ഈ ആശുപത്രികളിലും വിമാനത്താവളത്തിലും നടക്കുന്നുണ്ട്. ഇതുവരെ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. 4ാം ഘട്ട വിധിയെഴുത്ത് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 170 വനിതകളടക്കം 1717 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര, ഗിരിരാജ് സിംഗ്, YS ഷർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ. പ്രചാരണ വേദികളിൽ നേതാക്കൾ തമ്മിൽ വാക്പോര് കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूं, क्या वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार हैं? ഉത്തർപ്രദേശിൽ BJP MPയെ സമാജ്വാദി പാർട്ടി ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ദദോഹി MP രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നാണ് വിമർശനം. 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അതൃപ്തി അറിയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്ന കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 ഡൽഹി. ആന്ധ്രാപ്രദേശിൽ വോട്ടിന് പണം നൽകിയ വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുപ്പതിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. ക്ഷേത്രത്തിന് മുന്നിൽ കത്തിച്ചുവെച്ച കർപ്പൂരം സാക്ഷിയാക്കിയാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും വോട്ട് പണം വാങ്ങിയ പാർട്ടിക്ക് തന്നെ നൽകും എന്നായിരുന്നു സത്യവാചകം. സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്.
കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റ ശ്രമം. ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിത്തിനെയാണ് കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലയ്ക്ക് ഇടിക്കാൻ ശ്രമിച്ചത്. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയതാണ് യുവാവ്. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അത് പോരെന്ന് പറഞ്ഞ് യുവാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെയാണ് ഡോക്ടർ സുസ്മിതിനെതിരെ യുവാവ് തിരിഞ്ഞത്. ഡോക്ടറുടെ ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിഞ്ഞു. എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് ഒപ്പിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറെ ആണെങ്കിലും എന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ 3-4 വട്ടം ഉന്തി തള്ളി മാറ്റി. പരിക്കേറ്റ ഡോക്ടർ സുസ്മിത് ചികിത്സ തേടി. കോടഞ്ചേരി പോലീസിൽ യുവാവിനെതിരെ പരാതി നൽകി. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സൂചന. 24 കോഴിക്കോട്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് പനി ബാധിച്ച 3 വയസ്സുകാരി മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന കാളികാവ് സ്വദേശി ജിഗിൻ, പോത്തുകല്ല് കോടാലിപ്പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിഗിൻ ഭിന്നശേഷിക്കാരനാണ്. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. നിലമ്പൂരിലും പോത്തുകല്ലിലും ചാലിയാറിലുമാണ് ആശങ്കയുള്ളത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ചേരും. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് പനിബാധയെ തുടർന്ന് മരിച്ചത്. ഇന്ന് രാവിലെ 10:45 കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽ മഴ ശക്തി പ്രാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ലഭിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽ മഴ KECBയെ തുണച്ചു. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്തെ ശരാശരി പ്രതിദിന ഉപഭോഗം 110 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് വേനൽമഴയെ തുടർന്ന് 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. വെള്ളിയാഴ്ച 98.83 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപഭോഗം. ഇന്നലെ ഇത് വീണ്ടും കുറഞ്ഞ് 95.69 ദശലക്ഷം യൂണിറ്റായി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞു. 4585 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത. ഉപഭോഗം കുറഞ്ഞാൽ പ്രാദേശിക നിയന്ത്രണം ഒഴിവാക്കാനാണ് KECB തീരുമാനം. 24 തിരുവനന്തപുരം. പത്തനംതിട്ട തിരുവല്ലയിൽ പക്ഷിപ്പനി. നിരണം പഞ്ചായത്തിലെ സർക്കാർ ഫാമിൽ താറാവുകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുൻപാണ് തിരുവല്ല നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചത്ത താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പക്ഷിപ്പനിയെന്ന് സ്ഥിരീകരിച്ച ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് റിപ്പോർട്ട് എത്തിയത്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ്
കുറച്ച് താറാവുകൾ കൂട്ടത്തോടെ ചത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് അയക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ അത് അയച്ചപ്പോൾ തന്നെ ഇവിടെ വാർഡുതല സമിതികൾ കൂടി വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് താറാവ് കർഷകരുണ്ട്, അതുപോലെ വീടുകളിൽ കോഴിയെ വളർത്തുന്നുണ്ട്, താറാവിനെ വളർത്തുന്നുണ്ട്. അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 5000-ഓളം താറാവുകളാണ് നിരണത്തെ സർക്കാർ ഡക്ക് ഫാമിലുള്ളത്. നാളെ രാവിലെ തന്നെ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിക്കും. നിലവിൽ തിരുവനന്തപുരത്തുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഇന്ന് രാത്രിയോടെ ജില്ലയിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കള്ളിങ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നാളെ തന്നെ കടന്നേക്കും. 24 പത്തനംതിട്ട. വാർത്തകളിലേക്ക് വീണ്ടും. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിൽ വീണ്ടും വിവാദം കൊഴുക്കുന്നു. പീഡന പരാതി ഉന്നയിച്ച സ്ത്രീകളെ തൃണമൂൽ കോൺഗ്രസ് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. പരാതി കെട്ടിച്ചമച്ചതെന്ന് ആരോപിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. സന്ദേശ് ഖാലിയിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനെതിരായ പീഡനാരോപണം പരാതിക്കാരിൽ ചിലർ പിൻവലിച്ചതോടെയാണ് സന്ദേശ് ഖാലിയിൽ വീണ്ടും തർക്കം മുറുകിയത്. ഷാജഹാൻ ഷെയ്ഖിന്റെ ഗുണ്ടകളിൽ നിന്ന് സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ നിരന്തരം ഭീഷണി നേരിടുന്നുണ്ടെന്ന് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ഗുണ്ടകളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും വിമർശനം. ബലാത്സംഗ പരാതി വ്യാജമാണെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചത്. രേഖാ ശർമ്മ, BJP നേതാവ് പിയാലിദാസ് എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. അതിനിടെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. 24 ഡൽഹി. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ വിമർശനം കടുപ്പിച്ച് ജോയിന്റ് കൗൺസിൽ. നാളെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. കളക്ടർക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ലാൻഡ് റവന്യൂ ബോർഡ് തഹസിൽദാരായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥരിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്. നിരന്തരം സർക്കാരിന് അപമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട്. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ മറ്റു സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. 24 തിരുവനന്തപുരം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ വിശദീകരിച്ചു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:35 ദമാമിലേക്കും 9:30 ബഹറിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റ്, റിയാദ് വിമാനങ്ങളും റദ്ദാക്കി. ജിദ്ദ വിമാനം വൈകി. കണ്ണൂരിൽ നിന്നുള്ള ദുബായ് വിമാനവും സർവീസ് നടത്തിയില്ല. വിമാനങ്ങൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പുതുക്കിയ സമയം യാത്രക്കാരെ അറിയിച്ചിട്ടില്ല. ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പണിമുടക്കിയവരെ തിരിച്ചെടുക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. എന്നാൽ എല്ലാ ജീവനക്കാരും ഇന്നലെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചെന്ന് ജീവനക്കാരുടെ സംഘടന അറിയിച്ചു. വിമാന സർവീസ് ക്രമീകരണ ആപ്പിലെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം. LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ ഒന്ന് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24നോട് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ അംഗത്വമാണ് ജൂലൈ 1 കാലാവധി പൂർത്തിയാക്കുന്നത്. ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 എണ്ണത്തിൽ LDFന് ജയിക്കാൻ കഴിയും. ഈ 2 സീറ്റിലൊന്നിൽ CPIM മത്സരിക്കും. രണ്ടാമത്തെ സീറ്റ് ആർക്കാണ് എന്നതിലാണ് തർക്കത്തിന് സാധ്യത. LDF ചർച്ചകളിലേക്ക് കടക്കും മുന്നേ അവകാശവാദവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തി. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ
ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. സീറ്റ് നിലനിർത്താൻ CPIയും നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ CPIക്ക് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയതിനാൽ ഇത്തവണ കേരള കോൺഗ്രസിനെ തന്നെ പരിഗണിക്കണമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അക്കാര്യത്തിൽ ബന്ധപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ നാളെ കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. യോഗത്തിൽ രാജ്യസഭാ സീറ്റും ചർച്ചയാകും. അവകാശവാദം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. LDFലെ രണ്ടാമൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കേരള കോൺഗ്രസ് എമ്മിനും CPIക്കുമിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു പാർട്ടികളും തയ്യാറായേക്കില്ല. അങ്ങനെ വന്നാൽ LDFന് അത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. വാർത്താമഴയിലേക്ക് വീണ്ടും. പാക് അധിനിവേശ കശ്മീരിൽ അവാമി ആക്ഷൻ ലീഗ് ആഹ്വാനം ചെയ്ത പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. വിലക്കയറ്റത്തിനും നികുതി വർധനവിനുമെതിരെയായിരുന്നു പ്രതിഷേധം. പോലീസും പ്രതിഷേധക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പെൺകുട്ടികളും 1 പോലീസുകാരനും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വൈദ്യുതി ബില്ലുകളിൽ ഉയർന്ന നികുതി ചുമത്തിയതിനെ തുടർന്ന് പാക് അധിനിവേശ കശ്മീരിലുണ്ടായ വിലക്കയറ്റത്തിനെതിരെ അവാമി ആക്ഷൻ കമ്മിറ്റി സമാധാനപരമായ പ്രതിഷേധത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആഹ്വാനം ചെയ്തത്. മുസഫറാബാദിൽ ആഹ്വാനം ചെയ്ത ബന്ദ് പൂർണ്ണമായിരുന്നു. പ്രതിഷേധക്കാർ നഗരത്തിലെത്തുന്നത് തടയാൻ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തിയതും കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചതും സംഘർഷങ്ങൾക്കിടയാക്കി. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇസ്ലാംഗഡിന് സമീപം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം മൂർച്ഛിക്കുകയായിരുന്നു. POK സർക്കാർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും പ്രതിഷേധക്കാർ നിരോധനാജ്ഞ ലംഘിച്ച് തെരുവിലിറങ്ങി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടി. അക്രമത്തിൽ 2 പെൺകുട്ടികളും 1 പോലീസുകാരനും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാക് അധിനിവേശ കശ്മീരിലെ മറ്റിടങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് ഫേസ്ബുക്ക് വഴി നടത്തിയ രാജിപ്രഖ്യാപനം പിൻവലിച്ച് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. നാളെ മാധ്യമങ്ങളെ കണ്ട ശേഷം രാജിവെക്കുമെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത്, 1 മണിക്കൂർ മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രാത്രിയുടെ മറവിൽ സൗഹൃദം പുലർത്തി. ഈ പെരിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നടത്തുന്നതിന് വേണ്ടി 1000 രൂപ പോലും ഇദ്ദേഹം ചെലവാക്കിയില്ല. മാത്രമല്ല ഉദുമ അരുൺ പാറയ്ക്കൽ ആ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അരുൺ പാറയ്ക്കലിലേക്ക് പിന്നീട് തിരികെ എത്താം എന്ന് തോന്നുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദം അത് കാസർകോട്ടെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം. തുടർന്ന് ഫേസ്ബുക്ക് വഴി നടത്തിയ രാജിപ്രഖ്യാപനം, ബാലകൃഷ്ണൻ പെരിയയുടെ ഭാഗത്തു നിന്ന് നടന്ന രാജിപ്രഖ്യാപനം അതിപ്പോൾ പിൻവലിക്കുന്നു ബാലകൃഷ്ണൻ പെരിയ. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു ബാലകൃഷ്ണൻ പെരിയ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നാളെ മാധ്യമങ്ങളെ കണ്ട ശേഷം രാജിവെക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഉള്ളടക്കം. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട്. അരുൺ, തുടരാമരുൺ. റിജിത്ത്, 1 മണിക്കൂർ മുമ്പാണ് രാജ്യഭീഷണിയുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കെതിരെ ഗുരുതര ആരോപണം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സൗഹൃദം പുലർത്തി. ഉദുമ മണ്ഡലത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണൻ പെരിയയെ തോൽപ്പിക്കാൻ ഈ പ്രതികളുമായി കൂട്ടുകച്ചവടം നടത്തി എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ടായിരുന്നു. ഒപ്പം നാളെ രാജിവെക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. നാളെ 11 മണിക്ക് മാധ്യമങ്ങളെ കാണും, തുടർന്ന് രാജിവെക്കുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഈ വിഷയം വിവാദമായി. അദ്ദേഹത്തിന് സമ്മർദ്ദം രൂക്ഷം. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ബാലകൃഷ്ണൻ പെരിയയെ ഈ പോസ്റ്റ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ നിന്ന് ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. നാളെ രാജിവെക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു അന്തിമ നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിജിത്ത്, ശരി. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം കയ്യേറിയ ഭൂമി
മാത്യു കുഴൽനാടൻ സർക്കാരിന് വിട്ടു നൽകിയില്ല എങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് 24-നോട് പറഞ്ഞു. ചിന്നക്കനാൽ ഭൂമിയിടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA 16-ാം പ്രതിയാക്കി വിജിലൻസ് FIR ഇട്ടിരുന്നു. പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ നേതൃത്വം കുഴൽനാടനെതിരെ രംഗത്തെത്തിയത്. കേസ് നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ്. റിസോർട്ട് ലൈസൻസ് ലഭിക്കാൻ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ഭരണം പണം കൊടുത്ത് അട്ടിമറിച്ചുവെന്നും സെക്രട്ടറിയെ സ്വാധീനിച്ചുവെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ കൂറുമാറ്റിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കി, പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച്, പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു. അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി മാത്യു കുഴൽനാടൻ മാന്യത ഉണ്ടെങ്കിൽ തിരിച്ചു സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തി സർക്കാരിനെ കൊണ്ട് ഭൂമി ഏറ്റെടുപ്പിക്കും. ഭൂരഹിതർക്ക് സ്ഥലം വീതിച്ചു കൊടുക്കാനുള്ള നടപടിയും സ്വീകരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. 24 ഇടുക്കി. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴ പൂർത്തിയാവുകയാണ്.